നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടപ്പെടുത്തിയതിനു തന്നെയാണ്. അതിലേറ്റവും വലിയ ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഇന്നലെകളും. പലപ്പോഴും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ആളുകൾക്ക് നമ്മുടെ അടുത്തുള്ളവരെക്കാൾ സന്തോഷം നൽകാൻ കഴിയും. നിങ്ങളുടെ ഒരു നിമിഷത്തെ ദേഷ്യം മണിക്കൂറുകൾ വരെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും. കൈവിട്ടു കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല. കാരണം കാലത്തിനു മനുഷ്യനേക്കാൾ വാശിയാണ്. സ്നേഹിക്കാൻ നല്ലത് മിണ്ടാപ്രാണികളാണ്. ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല. നദികൾ ഒരിക്കലും പിറകിലോട്ട് സഞ്ചരിക്കില്ല. അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധിയും നേരിട്ട് മുന്നോട്ടു പോവുക. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളൊരു നിയമത്തെ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത്. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം എത്രയോ രസകരമാണ്. നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും. ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ്. നിങ്ങൾ വിജയിക്കുന്നത് വരെ ജീവിതം ഒരേ പരീക്ഷണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നൽകുന്നതാണ്. വിജയിക്കാൻ ആഗ്രഹമുള്ളവർ പരിശ്രമം അവസാനിപ്പിക്കാൻ പാടില്ല. സമയം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. തെറ്റ് മാത്രം കാണുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം അസൂയയാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതർ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചയാൾ ആവണമെന്നില്ല. മറിച്ച് നമ്മൾ കുറച്ചു നേരം മാത്രമേ സഹകരിക്കുന്നുള്ളൂ എങ്കിലും അത് ഏറ്റവും ആനന്ദകരമാക്കുന്ന വ്യക്തിയാണ്. മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കള്ളത്തെ ചിരിച്ചുകൊണ്ട് തള്ളിപ്പറയാൻ പറ്റുന്നതിനെയാണ് പക്വത എന്ന് വിളിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ആരോടും പങ്കുവയ്ക്കരുത്. നിങ്ങളുടെ വിജയരഹസ്യം, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും, നിങ്ങളുടെ സ്വപ്നങ്ങൾ. സുന്ദരമായി എന്നറിയുമ്പോൾ പരിഭവങ്ങളില്ലാതെ പുഞ്ചിരിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ വിജയം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.